റോണി കെ ബേബി ചേരുകയാണ്. സ്വാഗതം ശ്രീ റോണി കെ ബേബി. രാഹുൽ ഗാന്ധി കോൺഗ്രസിൻ്റെ നേതാവാണ്, അതിലുപരി നമ്മുടെ രാജ്യത്തിൻ്റെ, നമ്മുടെ രണ്ടുപേരുടെ അല്ലെങ്കിൽ നമ്മുടെ എല്ലാവരുടെയും പ്രതിപക്ഷ നേതാവ് കൂടിയാണ്. അദ്ദേഹം അമേരിക്കയിലെ ഒരു സർവകലാശാലയിൽ പോയി പറയുകയാണ്, ഭാരതം വളർച്ചയുടെ പാതയിലല്ല, ചൈനയാണ് മുന്നോട്ട് പോകുന്നത്, ചൈനയെ വമ്പൻ കുതിപ്പിലാണ്, ഭാരതത്തിലെല്ലാം താഴേക്കാണ്, ഇവിടെ വംശീയപരമായി ഇത് ഒരു രാജ്യമേ അല്ല, വിവിധ സംസ്ഥാനങ്ങൾ വിവിധ സ്റ്റേറ്റുകളാണ്, അതെല്ലാം കൂടെ കൂടിച്ചേർന്നുള്ള ഒരു രാജ്യമാണ് എന്നുള്ള തരത്തിൽ ഭാരത വിരുദ്ധമായ പരാമർശമാണ് അദ്ദേഹം സമ്പൂർണ്ണമായി നടത്തിയിട്ടുള്ളത്. ഇതിനെ അനുകൂലിച്ച് ഇതേ നിമിഷം വരെ ഒരു ദേശീയ തലത്തിലുള്ള ഒരു കോൺഗ്രസ് നേതാവും രംഗത്ത് വന്നിട്ടില്ല. എങ്ങനെ കാണുന്നു നിങ്ങളുടെ നേതാവിൻ്റെ, അല്ലെങ്കിൽ നിങ്ങളുടെ നേതാവെന്ന് പറഞ്ഞതിൽ എന്തെങ്കിലും അപാകതയുണ്ടെങ്കിൽ ആ വാക്ക് ഞാൻ പിൻവലിക്കാം, എങ്ങനെ കാണുന്നു നമ്മുടെ രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവിൻ്റെ ഈ വാക്കുകളെ? രാഹുൽ ഗാന്ധി അമേരിക്കയിലെ സർവകലാശാലയിൽ നടത്തിയ പ്രസംഗം രാജ്യവിരുദ്ധമാണ് എന്ന് എനിക്ക് തോന്നുന്നു BJP-ക്കാരുടെ മാത്രം ഒരു അഭിപ്രായം. അങ്ങനെയല്ലല്ലോ അദ്ദേഹം പറഞ്ഞ പ്രസംഗം കംപ്ലീറ്റ് മുഴുവനായി കേൾക്കാത്തത് കൊണ്ടാണ് അന്ധമായി രാഹുലിനെ അനുകൂലിച്ച് സംസാരിക്കരുത് പ്ലീസ്. വളരെ കൃത്യമായി തന്നെ അദ്ദേഹം പറഞ്ഞത് ഇന്ത്യ എന്ന് പറയുന്നത് ബഹുസ്വരതയുടെ രാജ്യമാണ്. ഇന്ത്യ എന്ന് പറയുന്നത് അതുകൊണ്ട് എന്തും പറയാമെന്നാണോ? ബഹുസ്വരതയുള്ള രാജ്യമായതുകൊണ്ട് എന്തും പറയാമെന്നാണോ? നമ്മുടെ തമിഴ്നാട് വേറെ, കേരളം വേറെ, ആന്ധ്ര വേറെ, ഹിമാചൽ പ്രദേശ് വേറെ, ഇത് വിവിധ രാജ്യങ്ങളാണെന്ന് പറയുന്ന എന്ത് ന്യായീകരണമാണ് റോണി ഉള്ളത്? രാജ്യങ്ങളാണെന്നല്ല പറഞ്ഞു, ഇന്ത്യ വൈവിധ്യങ്ങളുടെ നാടാണെന്ന് പറഞ്ഞു. വൈവിധ്യമുള്ളതെന്ന് പറയുന്നത് പോലെയാണോ വിവിധ സ്റ്റേറ്റുകളാണെന്ന്, വിവിധ രാജ്യങ്ങളാണെന്ന് പറയുന്നത്? നമ്മൾ വൈവിധ്യങ്ങൾ, വിവിധ ദേശീയതകൾ കൂടി ചേരുന്ന ഒരു രാഷ്ട്രമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. എന്താണ് തെറ്റിരിക്കുന്നത്? ദേശീയത എന്നുള്ള വാക്ക് പറഞ്ഞിട്ടില്ലല്ലോ. ഇതെല്ലാം നമ്മൾ വേറെ വിവിധ രാജ്യങ്ങൾ കൂടിച്ചേർന്ന, അല്ലെങ്കിൽ ഈ അമേരിക്കയിൽ എന്ന് പറഞ്ഞാൽ വിവിധ രാജ്യങ്ങൾ കൂടിച്ചേർന്ന ഒരു കോൺഫെഡറേഷനാണ്. അത് നേരത്തെ അഡ്വക്കേറ്റ് ശങ്കുട്ടി ദാസ് പറഞ്ഞു, നമ്മുടേതൊരു യൂണിയനാണ്. ആ യൂണിയനിൽ ഒരു സ്റ്റേറ്റ് അല്ലെങ്കിൽ ഒരു പ്രത്യേക പ്രദേശം ചേർന്ന് കഴിഞ്ഞാൽ അത് യൂണിയൻ്റെ കീഴിലാണ്. അത് പിന്നീട് വേറെ പ്രദേശമെന്ന് പറയാനാവില്ല. ലോകത്ത് കേരളമാണ് മാതൃക എന്ന് പറയുന്ന പിണറായി വിജയൻ്റെ ഒരു സമീപനമുണ്ട്. അത് കേൾക്കുമ്പോൾ തോന്നുന്നു കേരളം വേറൊരു രാജ്യമാണെന്ന്. അങ്ങനെയല്ലല്ലോ, നമ്മൾ വേറൊരു രാജ്യമല്ല, നമ്മൾ ഭാരതത്തിൻ്റെ ഭാഗമാണ്. അങ്ങനെ കോൺഗ്രസ്സുകാരൻ പറഞ്ഞാലും ഏത് പാർട്ടിക്കാരൻ പറഞ്ഞാലും അത് തെറ്റാണെന്ന് പറയണം റോണി. ഒരിക്കലല്ല. നമ്മൾ സ്റ്റേറ്റ് എന്ന വാക്കിനെ മലയാളീകരിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നമാണ്. അമേരിക്ക യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക, ഇന്ത്യയിലത്തെ അമേരിക്കയിൽ 50 സ്റ്റേറ്റുകൾ ചേർന്നാണ് അമേരിക്ക എന്നുള്ളത് ഫെഡറേഷൻ. അതുപോലെ ഇന്ത്യൻ ഭരണഘടന ആർട്ടിക്കിൾ 1 പറയുന്നു, ഇന്ത്യ ദാറ്റ് ഈസ് ഭാരത് ഷാൽ ബി എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ്. അപ്പൊ യൂണിയനും ഫെഡറേഷനും തമ്മിൽ വ്യത്യാസമുണ്ട്. അല്ല യൂണിയൻ ഫെഡറേഷൻ തമ്മിൽ വ്യത്യാസമുള്ളൂ. അതിന്റെ അകത്തുള്ള ഘടകങ്ങൾ എന്ന് പറയുന്നത് സ്റ്റേറ്റുകളാണ്. അമേരിക്കയിലും സ്റ്റേറ്റ് ആണ്, ഇന്ത്യയിലും സ്റ്റേറ്റ് ആണ്. അപ്പോൾ സ്റ്റേറ്റ് എന്ന വാക്ക് ഉപയോഗിക്കുന്നതിന് എന്താ തെറ്റെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നമ്മൾ സ്റ്റേറ്റിനെ രാജ്യം എന്നൊരു അർത്ഥത്തിലേക്ക് നമ്മൾ മാറ്റി ഡിഫൈൻ ചെയ്യുന്നതാണ് പ്രശ്നം. നമ്മൾ സ്റ്റേറ്റ് എന്ന് ഇന്ത്യയിൽ വിവക്ഷിക്കുന്നത്, ഇന്ത്യയിൽ 27-28 സംസ്ഥാനങ്ങൾ, ആ സംസ്ഥാനങ്ങൾ കൂടി ചേരുന്ന ഒരു ദേശമാണ്, ഒരു രാഷ്ട്രമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. തെറ്റെന്താ റോണി കെ ബേബി പറയുന്നത്? രാഹുൽ പറഞ്ഞത് 100% ശരിയാണ്. ചൈന മുഴുവൻ വികസന പാതയിലാണ്. റോണി കെ ബേബി കൃത്യമായി ഇത് മനസ്സിലാക്കുന്ന ആളാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ ചൈനയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? അവരുടെ വളർച്ചാ നിരക്ക് ഏത് ഘട്ടത്തിലാണ്? എത്രമാത്രം ഫാക്ടറികൾ അവിടെ അടച്ചുപൂട്ടി? അവിടുത്തെ സാമ്പത്തിക പ്രതിസന്ധികൾ എന്തെല്ലാം? ഇതെല്ലാം കൃത്യമായി അറിയാം. ഈ ഭാരതവും ചൈനയും തമ്മിൽ ഇപ്പോൾ താരതമ്യം ചെയ്താൽ ഏത് രാജ്യമാണ് ഇവിടെ BJP ആണോ കോൺഗ്രസ് ആണോ ഭരിക്കുന്നതെന്നുള്ളത് രണ്ടാമത്തെ കാര്യം, അത് വിടുക. നമ്മുടെ ഭാരതത്തിൻ്റെ വളർച്ചാ നിരക്കും ചൈനയുടെ വളർച്ചാ നിരക്കും വെച്ച് നോക്കുമ്പോൾ എങ്ങനെ ചൈനയെ പോയി അമേരിക്കയിൽ പോയി പുകഴ്ത്താൻ കഴിയുന്നു റോണി കെ ബേബി? ഇന്ത്യക്കാരും എല്ലാ മേഖലയിൽ മുമ്പിലാണെന്നുള്ളതല്ല പറഞ്ഞത്. ഉൽപാദന മേഖലയിൽ ഒരു പർട്ടിക്കുലർ സെക്ടർ മാത്രം എടുത്തു. കാരണം നമുക്കറിയാം, നമ്മുടെ ഏറ്റവും പുതിയ പല നീതി ആയോഗിന്റെ ഉൾപ്പെടെ റിസർവ് ബാങ്കിന്റെ ഉൾപ്പെടെയുള്ള കണക്കുകളിലൊക്കെ പറയുന്നത് GDP നമ്മൾ നമ്മൾ ഉദ്ദേശിച്ച അത്രയിലേക്ക് നമ്മുടെ GDP എത്തുന്നില്ല. അതിന് പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത് ഉൽപാദന മേഖലയിൽ ഉണ്ടായ ഒരു ക്ഷീണമാണ്. അത് നമ്മുടെ ഈ പറഞ്ഞ കറൻസി പിൻവലിക്കുന്നതിന് ശേഷം മൊത്തം നമ്മുടെ ഒരു പ്രൊഡക്റ്റീവ് സെക്ടർ അല്ല പ്രൈമറി ഉൽപാദന മേഖലയിൽ നമുക്കൊരു മാന്ദ്യമുണ്ട്. രാഹുൽ ഗാന്ധി അതാണ് അവിടെ പറഞ്ഞത്. അല്ലാതെ അമേരിക്കയിലാണോ പറയേണ്ടത്? അത് നിങ്ങൾക്ക് കേരളത്തിൽ പറയാം, ഹിമാചൽ പ്രദേശിൽ പറയാം, ഉത്തർപ്രദേശിൽ പറയാം, ജമ്മു കാശ്മീരിൽ പറയാം, മണിപ്പൂരിൽ പറയാം. അമേരിക്കയിൽ ചെന്നാണോ ഇത് പറയേണ്ടത് റോണി കെ ബേബി? ശരി, ഞാൻ ഒരു കാര്യം, ഇന്ത്യയിൽ ജനിച്ചു പോയതിന്റെ പേരിൽ ഞാൻ അപമാനം കൊണ്ട് ലജ്ജിതരായി തല താഴ്ത്തുന്നു എന്ന് നരേന്ദ്രമോദി വിദേശത്ത് പോയി പറഞ്ഞതാണ്. എവിടെ പറഞ്ഞു? എന്നാണ് പറഞ്ഞത്? ഭാരതത്തിൽ ജനിച്ചത് കൊണ്ട് തല താഴ്ത്തേണ്ടി വരുന്നു എന്നാണ് പറഞ്ഞത്. വെറുതെ പറയരുത് റോണി കെ ബേബി. എവിടെ പറഞ്ഞു? മോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആവുന്നതിന് മുമ്പ് മോദി ഒരിക്കലുമില്ല. റോണി കെ ബേബി അന്ധമായി പറയുകയാണ്. അങ്ങനെ പറഞ്ഞതായി ഒരു സ്റ്റേറ്റ്മെന്റും ദേശാഭിമാനി പത്രത്തിൽ പോലും വന്നിട്ടില്ല. എന്തിനാണ് ഇല്ലാത്ത കാര്യം പറയുന്നത് റോണി കെ ബേബി?
ഇന്ത്യയിൽ ജനിച്ചു പോയതിന്റെ പേരിൽ ഞാൻ ലജ്ജിച്ച് തലതാഴ്ത്തുന്നു. ഇന്ത്യയിൽ ജനിച്ചു പോയതിന്റെ പേരിൽ ലജ്ജിച്ച് തല താഴ്ത്തുന്നു എന്ന് എവിടെ പറഞ്ഞു? നോർത്ത് ഈസ്റ്റേൺ വെറുതെ പറയല്ലേ റോണി കെ ബേബി. നമ്മൾ ചർച്ചയിലേക്ക് ക്ഷണിച്ചു. രാഹുൽ ഗാന്ധി അവിടെ നടത്തിയ പ്രസ്താവനയുടെ അഭിപ്രായം ചോദിക്കുമ്പോൾ ഇല്ലാത്ത കാര്യങ്ങൾ എങ്ങനെ ഇങ്ങനെ പടച്ചുവിടാൻ കഴിയുന്നു റോണി കെ ബേബി? നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്ക്. ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടില്ല. ഇന്ത്യ വിരുദ്ധ പരാമർശം നരേന്ദ്രമോദി നടത്തിയെന്ന് പറയുന്ന തികച്ചും ബാലിശവും തികച്ചും ഒരു കാലത്ത് നടക്കാത്ത കാര്യമാണ് റോണി കെ ബേബി പറയുന്നത്. നിങ്ങളുടെ കോൺഗ്രസിന്റെ ഒരു നേതാവ് ഇത് പറയില്ല. അങ്ങനെ പറയരുത്. ഞാൻ ചലഞ്ച് ചെയ്യുന്നു. ഒരിക്കലല്ല നരേന്ദ്രമോദി പറഞ്ഞതാണ് പ്രധാനമന്ത്രി ആകുന്നതിന് മുമ്പ് 2012 അപ്പൊ പ്രധാനമന്ത്രി ആകുന്നതിന് മുമ്പ് എല്ലാവരും ഇന്ത്യ വിരുദ്ധ പ്രസംഗങ്ങൾ നടത്താറുണ്ട്, ഭാരതത്തെ ഇകഴ്ത്തി പറയാറുണ്ട് എന്ന് സ്ഥാപിക്കാനുള്ള വെറും അധര വ്യായാമമാണ് റോണി കെ ബേബി നടത്തുന്നത്. ഇല്ല, ഒരിക്കലും അല്ല. നമ്മൾ പൂർണ്ണ ബോധ്യത്തോട് തന്നെയാണ് സംസാരിക്കുന്നത്. എവിടെ പറഞ്ഞു എന്നാണ് റോണി കെ ബേബി? അദ്ദേഹം ഇന്ത്യയിൽ ജനിച്ചതിൽ ഞാൻ ലജ്ജിക്കുന്നു എന്ന് എവിടെ പറഞ്ഞു? അദ്ദേഹം 2012 13 ജപ്പാൻ ഓർ സിംഗപ്പൂർ, ഞാൻ കൃത്യമായി സ്ഥലം ഓർക്കുന്നില്ല, എനിക്കൊന്ന് റെഫർ ചെയ്യുവാണെങ്കിൽ ഞാൻ കൃത്യമായിട്ട് ഞാൻ പറയാം. അദ്ദേഹം കൃത്യമായി പിന്നെ മോദി അത് കോൺഗ്രസ് ഭരിക്കുന്നതിനുള്ള പ്രതിഷേധം, അത് കോൺഗ്രസ് ഇത്രയും കാലം ഇന്ത്യ ഭരിക്കുന്നു, ഞാൻ അതുകൊണ്ട് പിന്നെ ഇന്ത്യയിൽ ജനിച്ചു പോയതിന്റെ പേരിൽ ഞാൻ ലജ്ജിച്ച് തലതാഴ്ത്തുന്നു എന്ന് പറഞ്ഞത് മോദിയാണ്. ഒരിക്കലുമില്ല റോണി കെ ബേബി, ഒരിക്കലുമില്ല. രാഹുലിന്റെ അമ്മ സോണിയ പോലും ഇത്തരത്തിലുള്ള ഒരു പ്രസംഗം വെളിയിൽ പോയി നടത്തിയിട്ടുള്ളതായി ഞാൻ വായിച്ചിട്ടില്ല. രാഹുലിന് ഇതൊക്കെ എവിടുന്ന് കിട്ടി? ജവഹർലാൽ നെഹ്റുവിന്റെ കുടുംബത്തിൽ ജനിച്ച ഒരാൾ, ഇന്ദിരാഗാന്ധി മുത്തശ്ശിയായിട്ടുള്ള ഒരാൾ, രാജീവിന്റെ മകനായിട്ടുള്ള ഒരാൾ എങ്ങനെ ഇങ്ങനെ പറയാൻ സാധിക്കുന്നു? ഭാരതത്തിനെതിരെ, അതായത് എന്നും ഭാരതത്തിനെതിരെ എന്നും വെല്ലുവിളി ഉയർത്തുന്ന ചൈന പോലുള്ള ഒരു രാജ്യത്തെ അനുകൂലിച്ച് സംസാരിക്കുന്ന നേതാവിനെ എങ്ങനെ ന്യായീകരിക്കാൻ കഴിയുന്നു റോണി കെ ബേബി? ഡിസ്കവറി ഓഫ് ഇന്ത്യ എന്ന പുസ്തകത്തിൽ, അതായത് രാഹുൽ ഗാന്ധിയുടെ മുത്തച്ഛനായ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു എഴുതിയ പുസ്തകത്തിൽ വളരെ കൃത്യമായി എന്താണ് ഇന്ത്യ, അതാണ് രാഹുൽ ഗാന്ധി പഠിച്ചു വളർന്നത്. എന്താണ് അതിൽ പറയുന്നത് എന്താണ്? ഈ ഇപ്പോൾ രാഹുൽ പറഞ്ഞ കാര്യമാണോ അതിൽ പറയുന്നത്? അല്ലെ, കാരണം എന്താ ഡിസ്കവറി ഓഫ് ഇന്ത്യ പറയുന്നത്? ഇന്ത്യ എന്ന് പറയുന്നത് വൈവിധ്യങ്ങളുടെ നാടാണ്, അനവധി ദേശീയതകൾ കൂടിച്ചേരുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. അതുകൊണ്ടാണ് നെഹ്റു ഇന്ത്യ ഡിഫൈൻ ചെയ്ത് യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി, നാനാത്വത്തിലെ ഏകത്വം ആണ് ഇന്ത്യയുടെ സൗന്ദര്യം എന്ന് പറയുന്നത്. പക്ഷെ എന്താ RSS ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒറ്റ രാജ്യം, ഒറ്റ നിയമം, മുഴുവൻ ഒറ്റ സംവിധാനം, ഒറ്റ ഭാഷ, ഒറ്റ മതം, ഒരു ഏകശില ധ്രുവത്തിലേക്ക് രാജ്യത്തെ മാറ്റുമ്പോൾ അതല്ല യഥാർത്ഥ ഇന്ത്യ എന്ന് രാഹുൽ പറയുന്നത് എന്ത് തെറ്റെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. രാഹുൽ ഗാന്ധി പറഞ്ഞത് വസ്തുതാപരമായ കാര്യങ്ങൾ മാത്രമേ രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടുള്ളൂ. രാജ്യത്തെ അടച്ചാക്ഷേപിക്കാനോ രാജ്യത്തെ അപമാനിക്കാനോ ഒന്നുമല്ല രാഹുൽ ഗാന്ധി. കൃത്യമായി വസ്തുത എന്താണെന്ന് പറയുന്നത് എന്താ തെറ്റിരിക്കുന്നത്? ഒരിക്കലുമില്ല. ഇത്തരത്തിലുള്ള അല്ലെങ്കിൽ ഭാരതത്തിന്റെ നിലവിലുള്ള ജനാധിപത്യ സംവിധാനത്തെ പോലും ചോദ്യം ചെയ്യുന്ന തരത്തിൽ ഭാരതം ഒരു രാജ്യമല്ല. അത് വിവിധ പ്രദേശങ്ങൾ കൂടിച്ചേർന്ന അല്ലെങ്കിൽ വിവിധ ചെറിയ രാജ്യങ്ങൾ ചേർന്ന ഒരു അമേരിക്കയോട് താരതമ്യം ചെയ്യുകയാണ് ചെയ്തത്. അമേരിക്ക നമ്മൾക്കറിയാം, അവിടുത്തെ നാട്ടുരാജ്യങ്ങളും അവിടുത്തെ ചെറിയ രാജ്യങ്ങൾ ചേർന്ന് ഒരു രാജ്യമായി മാറിയതാണ്. അങ്ങനെയല്ല ഭാരതത്തിന്റെ അവസ്ഥ, അങ്ങനെ അല്ലല്ലോ. കന്യാകുമാരി മുതൽ കാശ്മീർ വരെ എന്നുള്ളത് ഭാരതത്തിന്റെ അഖണ്ഡ ഭാരത സങ്കല്പമാണ്. ഭാരതത്തിന്റെ ഇതിഹാസങ്ങളിൽ പോലും ഇത്തരത്തിലുള്ള ഭാരതത്തിന്റെ മുഴുവൻ ഭൂപ്രദേശങ്ങളെയും ചേർത്തുകൊണ്ടുള്ള ഇതിഹാസങ്ങളാണ് നമുക്കുള്ളത്. അതൊക്കെ കൃത്യമായി ഉള്ളപ്പോൾ ഇതൊന്നും അങ്ങനെയല്ല. ഇതൊക്കെ വേറെ രാജ്യങ്ങളാണ്. ഈ രാജ്യങ്ങളെല്ലാം കൂടി കൂട്ടിച്ചേർത്ത് വെച്ചിരിക്കുകയാണ് എന്ന തികച്ചും തെറ്റായ, തികച്ചും രാജ്യവിരുദ്ധമായ പരാമർശമാണ് രാഹുൽ നടത്തിയത്. അത് റോണി കെ ബേബി പറഞ്ഞാൽ അത് മറികടക്കാൻ കഴിയുന്ന പരാമർശമല്ല രാഹുൽ നടത്തിയത് റോണി കെ ബേബി. ഒരിക്കലും 47 ഇന്ത്യ, 47 ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം പോലും ഇല്ലായിരുന്നല്ലോ. കാരണം 600ഓളം നാട്ടുരാജ്യങ്ങളാണ് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് തന്നെ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. അത്രയും വൈവിധ്യങ്ങൾ തന്നെ. ഇന്ത്യൻ ഭരണഘടന നോക്ക്, ഭരണഘടന അംഗീകരിച്ചിരുന്ന ഭാഷകൾ തന്നെ 22-23 ഭാഷകളുണ്ട്. അതുകൊണ്ട് ഭാഷകളായി എത്രമാത്രം വൈവിധ്യങ്ങളാണ് ഈ രാജ്യം. വൈവിധ്യമില്ലെന്ന് ആര് പറഞ്ഞു? വൈവിധ്യമുണ്ടല്ലോ. വൈവിധ്യം ഉള്ളത് കൊണ്ട് ഇതെല്ലാം വിവിധ രാജ്യങ്ങളാണ് എന്ന് പറയുന്നതിലെ ലോകമണ്ഡത്തരമാണ് ചോദ്യം ചെയ്യുന്നത്. ഇത് ഭാരത വിരുദ്ധ പരാമർശമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതുകൊണ്ടാണ് റോണി കെ ബേബി ഞങ്ങളിപ്പോൾ ഈ ചർച്ചയിലേക്ക് അങ്ങ് കോൺഗ്രസിന്റെ അഭിപ്രായം കൂടി അറിയാൻ വേണ്ടി വിളിച്ചതാണ്. കോൺഗ്രസിന്റെ ഒരു ദേശീയ നേതാവോ, കോൺഗ്രസിന്റെ ഒരു സംസ്ഥാനത്തെ ഉത്തരവാദിത്തപ്പെട്ട ഒരു നേതാവോ രാഹുൽ പറഞ്ഞത് സത്യമാണ്, രാഹുൽ പറഞ്ഞത് തെറ്റില്ല എന്ന് പറഞ്ഞ് രംഗത്ത് വന്നിട്ടില്ല. ഇത്രയും നേരമായി രാജ്യവിരുദ്ധ പരാമർശമാണ് രാഹുൽ നടത്തിയത് എന്ന് ദേശീയ മാധ്യമങ്ങളിലടക്കം കോൺഗ്രസ് ഇതര പാർട്ടികൾ പറഞ്ഞിട്ട് അങ്ങനെയല്ല രാഹുൽ പറഞ്ഞത് എന്ന് പറഞ്ഞ് ഒരു നേതാവും വന്നിട്ടില്ല. എന്തായാലും ഈ ജനൻ ടിവിയുടെ ചർച്ചയിൽ മാത്രമാണ് റോണി കെ ബേബി മാത്രമാണ് രാഹുലിനെ അനുകൂലിച്ചത്. രാഹുൽ ഇതറിഞ്ഞാൽ
റോണി കെ ബേബിക്ക് പാർട്ടിയിൽ നല്ല സ്ഥാനം കിട്ടുമായിരിക്കാം, അത് ഞങ്ങൾ തടസ്സപ്പെടുത്തുന്നില്ല. പക്ഷെ റോണി കെ ബേബി പറഞ്ഞതിനെ 1% നമുക്ക് അനുകൂലിക്കാൻ കഴിയില്ല. റോണി, യെസ് യെസ്, എന്റെ നിലപാട് പറയാനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ട്, അങ്ങയുടെ നിലപാട് പറയാനുള്ള സ്വാതന്ത്ര്യം അങ്ങേക്കുണ്ട്. അതാണ് ഇന്ത്യയുടെ വൈവിധ്യം എന്ന് പറയുന്നത്. വൈവിധ്യം എന്ന് പറഞ്ഞാൽ ഇന്ത്യ വിരുദ്ധ പരാമർശമല്ല, ഭാരത വിരുദ്ധ പരാമർശമല്ല വൈവിധ്യം. റോണി കെ ബേബി, ഞാൻ ഇന്ത്യൻ ഭരണഘടന നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തിനാ ഞാൻ ഇന്ത്യ ദാറ്റ് ഇസ് ഭാരത് ഷാൽ ബി എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്ന് കൃത്യമായി പറഞ്ഞത്. അല്ല പിന്നെ അവിടെ യൂണിയൻ നിർത്തിയുള്ളൂ. ഇന്ത്യ ദാറ്റ് ഇസ് ഭാരത് ഇസ് എ യൂണിയനും ഫെഡറേഷനും എന്താണ് എന്ന് ഈ ചർച്ചയിൽ കൃത്യമായി അഡ്വക്കേറ്റ് ശങ്കുട്ടി ദാസ് പറഞ്ഞതാണ്. അമേരിക്കയിലെ നാട്ടുരാജ്യങ്ങളും അമേരിക്കയും തമ്മിൽ എങ്ങനെയാണ്, അല്ലെങ്കിൽ യൂണിയൻ ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുന്നതും അമേരിക്കയിലെ സ്റ്റേറ്റ് ഓഫ് അമേരിക്ക എന്ന് പറയുന്നത്, സ്റ്റേറ്റ് ഓഫ് അമേരിക്ക എന്ന് പറയുന്നതും ഇന്ത്യൻ യൂണിയൻ എന്ന് പറയുന്നതും രണ്ടും രണ്ടാണ്. അത് നമ്മുടെ ഭരണഘടനയിൽ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. രാഹുൽ ഗാന്ധി നടത്തിയത് ഭാരത വിരുദ്ധ പരാമർശം തന്നെയാണ്. റോണി കെ ബേബി മാത്രമാണ് അതിനെ അനുകൂലിക്കുന്നത്. ഒരു കോൺഗ്രസ് നേതാവ് മുന്നിൽ വന്നിട്ടില്ല. ഈ രാഹുൽ രാജ്യവിരുദ്ധനോ എന്നുള്ള കാര്യം പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് ഇടുകയാണ്. പ്രേക്ഷകർക്ക് മനസ്സിലായി കാണും രാഹുൽ നടത്തിയ പ്രസ്താവന ഏത് തരത്തിലാണ് എന്നുള്ളത്. എന്തായാലും ഈ മണിക്കൂറിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഈ വാർത്ത ജനൻ ടി വി മാത്രമാണ് ചർച്ച ചെയ്തത്. രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളെ ജനൻ ടി വി ഒരിക്കലും അംഗീകരിക്കുന്നില്ല. രാജ്യസ്നേഹികൾക്കൊപ്പമാണ് നമ്മൾ എന്നും.